നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര നഗരത്തിലെ ഒരു പ്രമുഖ ആശുപത്രിയുടെ പിൻവശത്തുള്ള ഓടയാണിത്. ഈ ആശുപത്രിയിൽ നിന്നുള്ള മലിനജലം യാതൊരു നിയന്ത്രണവുമില്ലാതെ ഓടയിലേക്ക് ഒഴുക്കിവിടുകയാണ്. ആശുപത്രിയിൽ നിന്നുള്ള കക്കൂസ് മാലിന്യം ഉൾപ്പെടെയാണ് ഓടയിലേക്ക് ഒഴുക്കുന്നത്. ഈ ഓടയിൽ നിന്നുള്ള ജലം എത്തിച്ചേരുന്നതാകട്ടെ കൊട്ടാരക്കര പുലമൺ തോട്ടിലേക്കും. നഗരസഭയുടെ മുഖം മിനുക്കുന്നതിനുള്ള പരിപാടികളിൽ വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയ ഒന്നാണ് കൊട്ടാരക്കര പുലമൺ തോട്. ഈ സാഹചര്യത്തിലാണ് അധികാരികളുടെ മൂക്കിൻ തുമ്പിലൂടെ പുലമൺ തോട്ടിലേക്ക് മലിനജലം ഒഴുക്കിവിടുന്നത്. രാത്രിയുടെ മറവിലാണ് ഇവർ മിക്കപ്പോഴും ഓടയിലേക്ക് മലിനജലം ഒഴുക്കുന്നത്. മലിനജലം ഒഴുക്കിവിട്ടതിന് പിന്നാലെ നല്ല ജലം കൂടി ഇതിനു പുറകെ ഒഴുക്കി തെളിവ് നശിപ്പിക്കൽ നടക്കുന്നതായും ആക്ഷേപമുണ്ട്. അതിനാൽ തന്നെ അധികാരികൾ എത്തുമ്പോൾ ഓട ക്ലീൻ, പിന്നെ നടപടികളെ ഭയക്കുകയും വേണ്ട. ആശുപത്രിയിലെ മലിനജലം ഇത്തരത്തിലൊരു പൊതുജലാശയത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ഉണ്ടാകാനിടയുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ആളുകളിലേക്ക് രോഗങ്ങൾ വളരെ വേഗം പടർന്നു പിടിക്കാനുള്ള സാഹചര്യമാണ് ഇതിലൂടെ ആശുപത്രി അധികൃതർ സൃഷ്ടിക്കുന്നത്. അതുമാത്രവുമല്ല, ആശുപത്രിക്ക് പിറകുവശത്തെ ഈ ഓടയിൽ നിന്നും അസഹനീയമായ ദുർഗന്ധമാണ് വമിക്കുന്നത്. കൊട്ടാരക്കരയിലെ പുലമൺ തോട്ടിലേക്ക് മലിനജലം ഒഴുക്കിവിടുന്നതിൽ ഈ പ്രമുഖ ആശുപത്രിക്ക് മാത്രമാണ് പങ്കെന്ന് പറയാനാകില്ല. നഗരത്തിലെ പല സ്ഥാപനങ്ങളും, പ്രത്യേകിച്ച് ഹോട്ടലുകൾ ഉൾപ്പെടെ മാലിന്യങ്ങൾ തള്ളുന്നത് ഇപ്പോഴും ഈ പുലമൺ തോട്ടിലേക്ക് തന്നെയാണ്. ഇതിന് നഗരസഭാ അധികാരികളുടെ ഒത്താശയുണ്ടോ എന്ന് കൂടി മാത്രമാണ് പൊതുജനങ്ങൾക്ക് അറിയേണ്ടത്. അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അധികാരികളുടെ കൺമുന്നിൽ നടക്കുന്ന ഈ കൊള്ളരുതായ്മയ്ക്കെതിരെ നടപടികൾ സ്വീകരിക്കാത്തത്? ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി ഒരു വശത്ത് ശുചീകരണ യജ്ഞം നടത്തുകയും മറുവശത്ത് യാതൊരു നിയന്ത്രണവുമില്ലാതെ മലിനജലം ഉൾപ്പെടെ ഒഴുക്കിവിടാൻ മൗനാനുവാദം നൽകുകയുമാണ് ഈ നഗരസഭ ചെയ്യുന്നതെന്ന് നിസ്സംശയം പറയേണ്ടി വരും.